الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ ഒരു വെള്ളിയാഴ്ചയിലേക്ക് ആയുസ് നീട്ടപ്പെട്ട് വെള്ളിയാഴ്ചയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. കാരുണ്യവാനായ നമ്മുടെ റബ്ബിൻ്റെ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ജീവിതത്തിൽ മുഴുവനും പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണേ എന്ന് ഓർമ്മപ്പെടുത്തുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമസ്ത മേഖലകളിൽ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് മരണനേരത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഉൾക്കൊണ്ട് മരണപ്പെട്ട് സന്തോഷകരമായ ബർസഖിൻ്റെ ലോകവും കടന്ന് സ്വർഗത്തിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പൊന്നും കാണാത്ത വിധമുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. നമ്മുടെ സമീപത്തോ നമ്മുടെ പ്രദേശത്തോ അല്ലെങ്കിലും നാം അറിയുന്ന, നമ്മെ അറിയുന്ന നാട്ടും നാട്ടുകാരുമുള്ള ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓരോ പ്രകൃതി ദുരന്തവും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ ദുർബലരാണ് എന്നതാണ്. എത്രയോ വലിയ കല്ലുകൾ ഉപയോഗിച്ച് വലിയ ഉറപ്പുള്ള തറകൾ നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ 2-3 നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി ആ
എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് മനുഷ്യർ നിർമ്മിച്ച കെട്ടിടങ്ങളടക്കം ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന വെള്ളത്തിൽ, ശക്തിയിൽ കടന്നു വന്ന വെള്ളത്തിൽ ഒലിച്ചു പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 400 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്ന് നമ്മൾ കേട്ടു. അതിനപ്പുറവും ഇനിയും ഒരുപാട് തിരിച്ചറിയപ്പെടാത്ത എത്രയോ ആളുകൾ. ആരാണ് ഭൂമിക്കുള്ളിലുള്ളത് എന്ന് അറിയാത്ത എത്രയോ ആളുകൾ. അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും കുടുങ്ങിക്കിടപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 2018 മുതൽ തുടങ്ങി തുടരെയായിക്കൊണ്ട് ഓരോ ദുരന്തങ്ങളും കേരളത്തിന് നോവായിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ജീവനുകൾ കഴിഞ്ഞ് ഓരോ വർഷവും കഴിയുന്തോറും ഇതിൻ്റെ തീവ്രത കൂടുകയും മരണസംഖ്യ ഉയരുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ സമയങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ, സൃഷ്ടാവായ റബ്ബിനെ കൂടുതൽ ഓർക്കുവാനും ആ റബ്ബിങ്കലേക്ക് കൂടുതൽ അടുക്കുവാനുമാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രകൃതി ദുരന്തങ്ങൾ ശിക്ഷയാവാം, എന്നാൽ എല്ലാ ദുരന്തങ്ങളും ശിക്ഷയാണ് എന്നുള്ള ധാരണ അത് ശരിയല്ല താനും. ശിക്ഷയാവാം, അന്ത്യനാളിൻ്റെ അടയാളങ്ങളായി സംഭവിക്കാം, ഭൂമിയിൽ മനുഷ്യർ നടത്തുന്ന അതിരുവിട്ട കൈകടത്തലുകൾ കൊണ്ടാവാം, അങ്ങനെ പലതും കാരണമായി മാറിയേക്കാം. അത് എന്താണ് എന്നുള്ളത് നിർണയിക്കുവാൻ നമ്മുടെ മുന്നിൽ വഹിയുള്ള ഒരു പ്രവാചകനില്ല. അതല്ലെങ്കിൽ അത് എന്താണ് എന്ന് കൃത്യമായി നിർണയിക്കണമെങ്കിൽ അതിന് വഹി വേണം. അതിന് നമുക്ക് സാധ്യമല്ല താനും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമൊക്കെ മനുഷ്യർ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായി കൊണ്ടാണ് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദുരന്തങ്ങൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ വളരെ വ്യക്തമായി കൊണ്ട് പഠിപ്പിച്ചു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത ഐദിൻ നാസ്. ഭൂമിയിലും അതേപോലെ കടലുകളിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ച കാരണത്താലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ വ്യക്തമാക്കുന്നു. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഫബിമാ കസബത ഐദീകും, അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വയഅഫു അൻ കസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികം കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മിക്കതും മാപ്പാക്കി കളയുകയാണ് ചെയ്യാറുള്ളത് എന്ന് 42-ാം അധ്യായം 30-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. മാ അസാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് നന്മയായിട്ട് എന്താണ് വന്നു കിട്ടിയത് അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമൻ നഫ്സിക്, ഇത് ഇനി നിങ്ങൾക്ക് ദോഷമായിട്ട് എന്തെങ്കിലും വന്നെത്തിയിട്ടുണ്ട് എങ്കിൽ അത് നിന്നിൽ നിന്ന് തന്നെയുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 79-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, കോരിച്ചൊരിയുന്ന മഴ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല നിലക്കും ആ മഴ നമുക്ക് മാറിയേക്കാം. അനുഗ്രഹമായ മഴയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി, ശിക്ഷയായി മാറ്റിയേക്കാം. മഴയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തിയായ കാറ്റടിച്ചു തുടങ്ങിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി
അസ്അലുക ഖൈറഹാ വഖൈറ മാ ഫീഹാ വഖൈറ മാ ഉർസിൽത ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിൽത ബിഹി. അല്ലാഹുവേ, ഈ അടിച്ചു വീശുന്ന ഈ കാറ്റിന്റെ ഇതിന്റെ നന്മകൾ നിന്നോട് ചോദിക്കുന്നു. വഖൈറ മാ ഫീഹാ, അത് ഉൾക്കൊണ്ടുവരുന്ന എല്ലാ ഖൈറും എല്ലാ ഗുണവും, നീ അയക്കപ്പെട്ടതിൽ നിന്നുള്ള എല്ലാ ഗുണവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയും, വഅഊദു ബിക മിൻ ശർരിക, റബ്ബേ, ഇതിന്റെ ദോഷത്തെയും ഇത് ഉൾക്കൊണ്ട ദോഷത്തെയും നീ അയച്ച ഇതിൽ നിന്നുള്ള മുഴുവൻ ദോഷത്തിൽ നിന്നും ഞാൻ റബ്ബേ നിന്നോട് ശരണം തേടുന്നു എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, അങ്ങനെ അന്തരീക്ഷമൊക്കെ ഭാവമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ, കാർമേഘങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വല്ലാത്ത പരിഭവം കാണാമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. എന്നിട്ട് പ്രവാചകന്റെ മുഖത്ത് നിറം മാറ്റം വരികയും അവിടെ അകത്തോട്ടും പുറത്തോട്ടും മാറി മാറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടുമായി നടക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ പെയ്തു കഴിയുമ്പോൾ പ്രവാചകന് ആശ്വാസമാകും. അങ്ങനെ ആശ്വാസമാകേണ്ടതാണല്ലോ മഴയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും. ആശ്വാസമായി മാറണമല്ലോ നമുക്ക് മഴ, എന്തിനാണ് ഇങ്ങനെ പരിഭവിച്ച് മുഖത്തൊക്കെ ഭാവമാറ്റം വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും. ആ നേരത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയുണ്ട്. ഓരോ കാർമേഘങ്ങൾ കാണുമ്പോഴും, ഓരോ മഴ പെയ്യുന്ന അവസരങ്ങളിലും, ഓരോ കാറ്റുകൾ അടിച്ചു വീശുന്ന അവസരങ്ങളിലും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുമായിരുന്നു, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമ ആദ് സമൂഹം പറഞ്ഞത് ഓർമ്മയില്ലേ ആയിഷ? ഇതേപോലെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുമ്പോ ആദ് സമൂഹം ഇപ്രകാരം പറയുമായിരുന്നു, ഹാദാ ആരിളുൻ മുംതിറുനാ, ഇത് ഞങ്ങൾക്കുള്ള മഴയാണ്, ഞങ്ങൾക്ക് ലഭിക്കാനുള്ള അനുഗ്രഹമായി പെയ്തിറങ്ങുവാനുള്ള ഞങ്ങൾക്ക് എല്ലാം ലഭ്യമാകുന്ന മഴയാണിതാ ഇതിലൂടെ വരാൻ പോകുന്നത് എന്ന് ആദ് സമൂഹം സന്തോഷത്തിൽ വിളിച്ചു പറയുമത്രേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അവസാനം അവർക്ക് പെയ്ത മഴ അത് അവർക്ക് ശിക്ഷയായി ഭവിക്കുകയും ആ മഴയിൽ അവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ ശിക്ഷയായി ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രാർത്ഥന അത് നാം പറയുകയും നാം ആവലാതിപ്പെടുകയും ചെയ്യുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഓരോ കാർമേഘങ്ങൾ നിറയുമ്പോഴും, മഴ കൂടുതലായി ലഭിക്കുമ്പോഴും, കാറ്റടിച്ചു വീശുമ്പോഴും നമുക്കുണ്ടാകേണ്ട ചിന്തകളാണ്. നമ്മൾ നമ്മുടെ കൺമുന്നിൽ തന്നെ, തൊട്ടടുത്ത് തന്നെ നമ്മൾ അനുഭവിച്ചു കണ്ടു. അതോരോന്നും കാണുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, റബ്ബേ, ഇത് ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നായി മാറ്റണേ റബ്ബേ, ഇതിന്റെ ശർറിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന് പറയുകയും റബ്ബിങ്കിലേക്ക് കൂടുതൽ അടുക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നുപോയ ഭൂമികകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖസ്നാഹും ബിൽ ബഅസായി വല്ലറാ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുകയാണ്, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമൂഹങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പാടും ദുരിതവും കൊണ്ട് അവരെ പിടികൂടിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പിടികൂടിയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഅല്ലഹും യതളറഊൻ, അവരെ വിനയശീലരായിക്കൊണ്ട് അള്ളാഹുവിങ്കലേക്ക് കീഴ്പ്പെട്ട് മടങ്ങുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമൂഹത്തിനൊക്കെ ഇപ്രകാരം
ഇപ്രകാരം പല നിലക്കുമുള്ള ദുരിതവും കഷ്ടപ്പാടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് വിനയാന്വിതരായി അല്ലാഹുവിങ്കലേക്ക് കീഴ്പ്പെട്ട് അങ്ങേയറ്റം റബ്ബിങ്കലേക്ക് മടങ്ങുവാനാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോ നമ്മുടെ മുന്നിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്നത്, നമ്മുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഓരോന്നും റബ്ബ് കാണിച്ചു തരുമ്പോ നമ്മൾ കൂടുതൽ റബ്ബിങ്കിലേക്ക് വിനയാന്വിതരായി റബ്ബിങ്കിലേക്ക് കീഴ്പ്പെട്ട് കൂടുതൽ റബ്ബിങ്കിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കുക, പൂർവീകരായ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിലേക്ക് ഏതെല്ലാം നേരങ്ങളിലാണ് ശിക്ഷ കടന്നു വന്നത്. പല സമയങ്ങളിലും ശിക്ഷ കടന്നു വരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഫഅമിന അഹ്ലൽ ഖുറ അൻ യഅതിഹിം ബഅസുനാ ബൈതൻ വഹും നായിമൂൻ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരവരുടെ നാടുകളിൽ അവരവരുടെ രാത്രികളിൽ നിർഭയമായി കൊണ്ട് കിടന്നിറങ്ങുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. നമ്മൾ ആലോചിക്കുക, വയനാടിൽ സംഭവിച്ചത് എന്താണ്? രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഉറക്കിലേക്ക് വന്ന് ഒരുറക്കിന്റെ പകുതി എത്തി ഉറക്കിന്റെ ആഴിയിലേക്ക് മനുഷ്യൻ വീഴുന്ന സമയത്ത് കുടുംബമടക്കം ഒലിച്ചു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കുടുംബസമേതം ഒലിച്ചു പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. കിലോമീറ്ററുകളോളം ഒലിച്ചുപോയി വെള്ളച്ചാട്ടങ്ങളിലൂടെയൊക്കെ ചാടി മറ്റ് ജില്ലകളിലേക്ക് കയറിക്കൊണ്ടാണ് പല ആളുകളുടെയും ശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ ലഭിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ആലോചിച്ചു നോക്കുക, മനുഷ്യർ എത്ര നിസ്സാരരാണ്, മനുഷ്യർ എത്ര നിസ്സാരരാണ്. അള്ളാഹുവിന്റെ ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിർഭയരായി ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. അതേപോലെ അല്ലാഹു തആല വീണ്ടും ചോദിക്കുന്നു, അവഅമിന അഹ്ലൽ ഖുറ അൻ യഅതിഹിം ബഅസുനാ ളുഹാ വഹും യൽഅബൂൻ. നിങ്ങൾ നിങ്ങളുടെ നാടുകളിൽ ളുഹാ നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ നിലക്കും പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നെത്തുമ്പോ അത് ശിക്ഷയാവാം, പരീക്ഷണമാകാം, ഏതായാലും അത് മുഴുവൻ ജനങ്ങളെയും പിടികൂടുമെന്നുള്ളതാണ്. അതിന് ശിക്ഷയാണ് എങ്കിൽ ആ ശിക്ഷയിൽ നിന്നും നമ്മൾ കുറച്ച് സ്വാലിഹീങ്ങൾ രക്ഷപ്പെടും, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിശ്വാസികൾ രക്ഷപ്പെടും എന്നൊന്നും നമ്മൾ ധരിക്കരുത്. അത്തരത്തിലില്ല, മൊത്തത്തിലാണ് അത് പിടികൂടുന്നത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻഫാൽ 25-ാമത്തെ സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വത്തഖൂ ഫിത്നത്തുൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വാലിമീങ്ങളായ ആളുകളെ മാത്രം, അവരെ മാത്രമാണ് പരീക്ഷിക്കപ്പെടുക എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വാലിമീങ്ങളായ അക്രമകാരികളായ ആളുകളെ മാത്രമേ അതെല്ലാം ബാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ധരിക്കരുത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കുവാനാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രേരണയാകേണ്ടത്. ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോ, ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ കാണുമ്പോ ധാരാളമായി റബ്ബിങ്കിലേക്ക് അടുക്കുവാൻ, ധാരാളമായി സുജൂദുകൾ വർദ്ധിപ്പിക്കുവാൻ, ധാരാളമായി നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, അതെല്ലാമാണ് നാം ഇതിലൂടെയൊക്കെ ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മൾ ആലോചിക്കുക, ഈ വാർത്തകൾ കേട്ടിട്ട്, ഈ വാർത്തകൾ കണ്ടിട്ട് നമ്മൾ എത്ര കണ്ട് റബ്ബിങ്കിലേക്ക് അടുത്തിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. നമ്മൾ എത്ര കണ്ട് ഇതെല്ലാം കണ്ടിട്ട് സ്വസ്ഥമായി നമ്മൾ കിടന്നുറങ്ങി, നമ്മൾ നമ്മുടെ ഭൗതിക വിഭവങ്ങൾ തേടിപ്പോയി, നമ്മൾ ഭൗതിക ഉല്ലാസങ്ങളിലേക്ക് നമ്മൾ ചേക്കേറി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് റബ്ബേ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാനും എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ ഭൗതിക ശരീരത്തിൽ ജീവനുണ്ട് എങ്കിൽ ആ ജീവനുള്ള ശരീരം എത്രമാത്രം വേദനകൾ അനുഭവിക്കും. ശ്വാസം മുട്ടിപ്പോകുന്ന തരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഓരോ കല്ലിലേക്ക് തെറിച്ച് വീഴുമ്പോഴും
അതേപോലെ വെള്ളച്ചാട്ടങ്ങളിലൂടെയൊക്കെ ചാടി വീഴുമ്പോഴുമൊക്കെ ആ വേദനകൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം അങ്ങനെ ജീവനുള്ള മാത്രയിൽ അങ്ങനെ കടന്നു പോകുമ്പോ എത്ര വേദന നമ്മുടെ കൈ കാലുകൾക്ക് ശരീരങ്ങൾക്കുണ്ടാകും. ഓരോ എല്ലുകളും പൊട്ടുമ്പോ ഓരോ വേദനകളും നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. നമ്മൾ അത് ചിന്തിക്കുക. അതിനപ്പുറമുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ജീവനില്ലാത്ത ശരീരങ്ങളാണ്, വേദന അറിയാതെയാണ് മനുഷ്യർ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം വന്ന് സംഭവിച്ചു കഴിഞ്ഞ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ റൂഹിന്റെ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ ബർസഖിന്റെ ലോകത്ത് അവിടങ്ങളിൽ അനുഭവിക്കേണ്ട അനുഭവങ്ങളുണ്ട്, അവിടങ്ങളിൽ അനുഭവിക്കേണ്ട ഞെരുക്കങ്ങളുണ്ട്. വാരിയെല്ലുകൾ കൂടി ചേരുമാറുള്ള ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തങ്ങൾ അനുഭവിക്കേണ്ട അനുഭവങ്ങൾ ബർസഖിന്റെ ലോകത്ത് നമ്മൾ അനുഭവിക്കും. അത് എവിടെ നിന്ന് മരിച്ചാലും, ആകാശത്ത് നിന്ന് ബോഡി ലഭിക്കാത്ത രൂപത്തിൽ അവിടെ കുടുങ്ങിപ്പോയി ബഹിരാകാശത്തിന്റെ മുകളിൽ താഴേക്ക് വരാത്ത നിലയിൽ ബോഡി നിന്ന് മരണപ്പെട്ടാലും ശരി, സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് മത്സ്യങ്ങളുടെ വയറ്റകങ്ങളിലേക്ക് പോയി മരണപ്പെട്ടാലും ശരി, ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളിലൂടെ കടന്നു ചെന്ന് ഭൂമിക്കടിയിൽപ്പെട്ട് എവിടെ പോയി മരണപ്പെട്ടാലും ശരി, ആത്മാവിന്റെ യാത്ര, റൂഹിന്റെ യാത്ര, അത് എല്ലാ ആളുകളെയും പിടികൂടുക തന്നെ ചെയ്യും. ഇതിനേക്കാളും ഈ ശരീരങ്ങൾ, ഭൗതികമായ ശരീരങ്ങൾ അനുഭവിക്കുന്ന വേദനകളെക്കാളും എത്രയോ വലിയ വേദനകളാണ് ഈ ഭൂമുഖത്ത് നമ്മൾ റബ്ബിനെ ധിക്കരിച്ച് റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കാതെ ജീവിച്ചാൽ നമുക്കുണ്ടാകാൻ പോകുന്നത് എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ ഈ ഒരു നിമിഷം നമുക്കുണ്ടാകണം. അതുകൊണ്ട് റബ്ബിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാൻ, റബ്ബിങ്കിലേക്ക് കൂടുതൽ വിനയാനിതരായിക്കൊണ്ട് തീർന്ന് റബ്ബേ എന്റെ അവസാനം നന്നാക്കണേ എന്ന ബോധത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി പ്രവർത്തനങ്ങൾ അത് നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഈ സമയങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ ഈ സമയങ്ങളിൽ, ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേരങ്ങളിൽ പല ആളുകളും വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഭൗതികവാദികളും നിരീശ്വരവാദികളൊക്കെ, എവിടെയാണ് നിങ്ങളുടെ ദൈവം? പരിഹാസപൂർവം ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെയാണ് നിങ്ങളുടെ ദൈവം? എവിടെയാണ് നിങ്ങളുടെ അല്ലാഹ്? എവിടെയാണ് കാരുണ്യവാനായ നിങ്ങളുടെ റബ്ബ്? എന്നൊക്കെ പല നിലക്കും വിശ്വാസികളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ആ സമയങ്ങളിലൊക്കെ നമുക്കും ചില ആശങ്കയാണ്, എവിടെയാണ്? നമുക്കും ചില ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മലീമസപ്പെടുത്തരുത്. അങ്ങനെയുള്ള ആശങ്കകൾ നമുക്കുണ്ടാകേണ്ടതില്ല. കാരണം ഇത് റബ്ബിന്റെ സുന്നത്താണ്, റബ്ബിന്റെ പ്രക്രിയയാണ്, നടപടിക്രമങ്ങളിൽ പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഹുവല്ലസീ ജഅല ലക്കുമുൽ അർള സലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവനാകുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയെ വിധേയമാക്കി തന്നവൻ. അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അതുപോലെ നിങ്ങളുടെ ഉപജീവനത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കടന്നു ചെല്ലാനുള്ളത് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പറയുന്നു. ആമിൻതും മൻ ഫിസ് സമായി അൻ യഖ്സിഫ ബിക്കുമുൽ അർള ഫഇദാ ഹിയ തമൂർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് 16-ാമത്തെ സൂക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് അതിന്റെ ആഴിയിലേക്ക് ആക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അപ്പോൾ ആ ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മളെ ഇവിടെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ഭൂമിയുടെ സംവിധാനമായി ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയുടെ നടപടിക്രമങ്ങളായി ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വലാലത്തുകൾ കൂടുമ്പോ, മനുഷ്യന്റെ കൈകടത്തലുകൾ കൂടുമ്പോ, മനുഷ്യന്റെ തോന്നിവാസങ്ങൾ കൂടുമ്പോ ചില നിലയ്ക്ക് ശിക്ഷകളായും പരീക്ഷണങ്ങളായും ഭൂമിയുടെ സന്തുലനാവസ്ഥയുടെ ഭാഗമായും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് പരീക്ഷിക്കുക? നിങ്ങൾക്ക് കുറച്ചൊക്കെ ഭയം അങ്ങോട്ട് നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇട്ടുതരും. അതേപോലെ നിങ്ങൾക്ക് കുറച്ചൊക്കെ പട്ടിണി തരും. നിങ്ങൾക്ക് കുറച്ചൊക്കെ ജീവനാശങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അങ്ങനെ പല നിലക്കുമുള്ള ജീവനഷ്ടങ്ങൾ ഇട്ടുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അതേപോലെ നിങ്ങൾക്ക് ലഭിച്ച വിഭവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ. ആ സമയത്ത് ക്ഷമിക്കുന്നവരാരാണോ ആ ക്ഷമിക്കുന്നവർക്കാണ്, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും വിശദീകരിക്കുന്നു, അല്ലസീന ഇസാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ ആ സമയങ്ങളിൽ വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ദോഷം വിശ്വാസികളെ, സ്വാബിരീങ്ങളെ, ക്ഷമാശീലരെ ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളതാ, ഞങ്ങളുടെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ് എന്ന് പറയും. ആ ആളുകളുടെ സവിശേഷതയായി അല്ലാഹു തആല വീണ്ടും വിശദീകരിക്കുന്നു, ഉലൈക അലൈഹിമുസ് സ്വലവാതി മിൻ റബ്ബിഹിം വറഹ്മത്തിൻ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ആ ആളുകൾ അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യം ലഭിക്കുന്നത്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങേറ്റം അവരുടെ അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കും, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കും. അവരെ ഹിദായത്ത് പ്രാപിച്ച ആളുകളാണ്, അവരെ ഹിദായത്ത് ലഭിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവെ കുറിച്ചുള്ള കൂടുതൽ ബോധവും സ്മരണയുമാണ് ഈ സമയങ്ങളിൽ വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ധാരാളം അറിയുകയും ഏകനായ റബ്ബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും നമ്മെ ബാധിക്കുമ്പോ, ഓരോ ദുരന്തങ്ങളും നമ്മെ ബാധിക്കുമ്പോ, ആ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഏത് ഘട്ടത്തിലായാലും, ഏത് തരത്തിലുള്ള മരണമായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുവാൻ നമുക്ക് സാധിച്ചാലേ പിന്നീട് അങ്ങോട്ട് ഏത് നിലക്കുമുള്ളത് വിജയമാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മരണനേരത്ത് അടുത്ത് വന്ന് 1000 ആളുകളും 100 ആളുകളും കൂടിയിരുന്ന് പറഞ്ഞു തന്നാൽ അത് മൊഴിയാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. നമ്മുടെ ജീവിതങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. അല്ലാഹുവെ കുറിച്ചുള്ള ഈമാൻ അത് വർദ്ധിപ്പിക്കേണ്ട അവസരമാണിത്. ദൈവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങളുടെ പണി നോക്ക്. ഞങ്ങൾക്ക് വിശ്വാസമുള്ള റബ്ബ്, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ഇതുവരെ ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, ഇത് ഞങ്ങൾക്കൊരു പരീക്ഷണമായി തന്നിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഞങ്ങൾ ക്ഷമിച്ചാൽ, ഇതിൽ ഞങ്ങൾ സഹിച്ചാൽ ഇതിനേക്കാളും വലുത് ഞങ്ങൾക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ അത്തരം ആളുകളോട് പറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെ, നമ്മൾ ജനിക്കണമെന്ന് തീരുമാനിച്ച റബ്ബിനറിയാം എപ്രകാരമാണ് നമ്മളെ കൊണ്ടുപോകേണ്ടതെന്ന്. അതുകൊണ്ട് ആ റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വലുത് ലഭിക്കാനുണ്ട് എന്ന ഒരു വിശ്വാസമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസം, ആ തൗഹീദ്, കറകളഞ്ഞ വിശ്വാസം, അതായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. അത്തരം സംസാരങ്ങൾ വരുമ്പോ, റബ്ബ് എവിടെയെന്ന് ചോദിക്കുമ്പോ, അല്ലാഹു എവിടെയെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വർദ്ധിക്കുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയുമാണ് നമ്മൾ ആ സമയങ്ങളിൽ, ആ നിമിഷങ്ങളിൽ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിൽ നമ്മൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമുക്ക് ധാരാളമായ പ്രതിഫലം നാളെ പരലോകത്ത് ലഭിക്കും എന്ന വിശ്വാസം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ആ വിശ്വാസം അത് പ്രചരിപ്പിക്കുവാൻ, അതിൻ്റെ ഭാഗമാകുവാനും കൂടി നാം ഈ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ് മോക്ഷത്തിന്റെ വഴി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ KNM എറണാകുളം ജില്ലയിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നടക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 8-9 തീയതികളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം, 9-ാം തീയതി പാലുവയിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. തൗഹീദ് അതാണ് ഏത് സമയത്തും ഏതവസരങ്ങളിലും വിശ്വാസിക്ക് പറയാനുള്ളൂ. വിശ്വാസിക്ക് കരുത്ത് അത് തന്നെയാണ്. അതുള്ള വിശ്വാസി എവിടെയും തളരില്ല, എവിടെയും തകരില്ല. അജബൽ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതം. അജബൽ ലിഅംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതം. എന്താണ് ആ വിശ്വാസിയുടെ പ്രത്യേകത? അവൻ എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അവൻ റബ്ബിന് നന്ദി കാണിക്കും. അവൻ എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും. ഇത് രണ്ടിലും അവന് നന്മയാണ് ലഭിക്കുന്നത്. അത് വിശ്വാസിക്കല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല, കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികളായി തീരാൻ അള്ളാഹുവിനെ, ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ച് അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് ജീവിച്ച് അവൻ മാത്രമാണ് ഈ ലോകത്തിന്റെ നിയന്താവ്, അവൻ മാത്രമാണ് ഈ ലോകത്തിന്റെ നിയന്ത്രാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി അവനാണ് ഈ ലോകത്തിന്റെ മുദബ്ബിർ, അവനാണ് ഈ ലോകത്തിന്റെ മുദബ്ബിർ ലാലം എന്ന് മനസ്സിലാക്കി റബ്ബല്ലാതെ ഒരു ശക്തിക്കോ, ഒരു വ്യക്തിക്കോ, ഒരു ഔലിയക്കോ, ഒരു തങ്ങൾക്കോ, ഒരു ബീവിക്കോ ഒന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ഇത്തരം പരീക്ഷണങ്ങളും ദുരന്തങ്ങളും റബ്ബിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ ദുരന്തങ്ങളിൽ പെട്ട് മരണപ്പെടുന്ന ആളുകളെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയതായി നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ മത്ഊൻ അൽ മബ്തൂൻ, വയറിന് രോഗം ബാധിച്ച്, ഉദര രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകൾ, അതേപോലെ മഹാമാരി ബാധിച്ച് മരിക്കുന്ന ആളുകൾ, അതേപോലെ അതേപോലെ മുങ്ങി മരിക്കുന്നവർ, കെട്ടിടം തകർന്ന് മരിക്കുന്നവർ, ഇവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിക്കുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ അതിന്റെ കൂടെ മറ്റ് ഹദീസുകളിൽ ചേർത്ത് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഗർഭം ചുമന്ന കാരണം മരണപ്പെടുന്ന, ഗർഭവുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്ന സ്ത്രീകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശുഹദാക്കളുടെ കൂട്ടത്തിൽ എണ്ണിയതായി കാണാൻ സാധിക്കും. അത് ഓരോ ആളുകളുടെ നിയ്യത്തനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല്ലാഹു തആല ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും, ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒന്ന് നിരന്തരമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടൊപ്പം വിശ്വാസിയുടെ മറ്റൊരു ഗുണമാണ് പ്രവൃത്തി. ഇത്തരം മേഖലകളിൽ ചെന്ന് അതിന് കഴിയുന്ന രൂപത്തിൽ പ്രവർത്തനത്തിൽ നിരതരാകുക എന്നുള്ളത് നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങോട്ട് കൂടുതൽ ആളുകൾ ചെന്ന് അവിടത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാക്കണ്ട എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടത്തെ ആളുകൾക്ക് പല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുണ്ട്. ഇനി അവിടെ ബാക്കി അവശേഷിക്കുന്ന ആളുകളുടെ പുനരധിവാസമുണ്ട്. അത്തരം കാര്യങ്ങൾക്കായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് നൽകാൻ കഴിയുമോ അതെല്ലാം നൽകുവാൻ ഓരോ ആളുകളും സന്നദ്ധത കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേരള നദവത്തുൽ മുജാഹിദിന്റെ യുവജന വിഭാഗമായ ISM ഈലാഫിന്റെ പ്രവർത്തകർ അവിടെ പല രക്ഷാദൗത്യങ്ങളായി
പുനരധിവാസ പദ്ധതികളുമായി അവിടെ സജീവമായി കൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന വിവരം അറിയിക്കുകയും അവർക്ക് അവരുടെ പുനരധിവാസത്തിന്റെ 2ാം ഘട്ട ആദ്യത്തെ ആവശ്യങ്ങൾ ഇപ്പോഴുള്ള ആവശ്യങ്ങൾ അൽഹംദുലില്ലാഹ് ഏകദേശം നിറവേറ്റി കഴിഞ്ഞു വരുന്നുണ്ട്. ഇനി 2ാം ഘട്ട അതിന്റെ പുനരധിവാസ പദ്ധതിയിലേക്കുള്ള ഒരു കളക്ഷനാണ് ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. എല്ലാ ആളുകളും അതിന്റെ ഭാഗമാവുക. നമ്മുടെ ബക്കറ്റ് കളക്ഷൻ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നടക്കുന്നത്. അതേപോലെ QR സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഓരോ വാതിലുകളിലും അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തി നമ്മളാൽ കഴിയുന്നതെന്തോ അതെല്ലാം ആ മാർഗത്തിൽ നൽകി അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും അവൻ നമ്മിൽ നിന്നും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ പാപങ്ങളും അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് മറഹമത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം ദുരന്തങ്ങളെ തൊട്ട്, ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് മരണപ്പെട്ടു പോയ, അവിടുന്ന് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യവും നൽകി പൂർണ്ണമായി തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീന മിനൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين والسلام على المرسلين.